KPCC പ്രസിഡന്റ് കെ സുധാകരന് പകരക്കാരൻ വേണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാവുന്നു. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് യുവാക്കൾ ഉൾപ്പെടെയുള്ളവരെ പരിഗണിക്കണമെന്ന് മുതിർന്ന നേതാക്കൾ. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷമായിരിക്കും പുതിയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ദേശീയ നേതൃത്വം അന്തിമ തീരുമാനം കൈക്കൊള്ളുക. സംഘടനാ സംവിധാനത്തിൽ ദൗർബല്യമുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നു. ഇത് പുനഃപരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നേതൃനിരയിലെ അഴിച്ചുപണിയെക്കുറിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വം ആലോചിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം വന്നാലുടൻ അഴിച്ചുപണിയിലേക്ക് കടന്നാലും അത്ഭുതപ്പെടേണ്ടി വരില്ല. സംസ്ഥാന തലം മുതൽ ജില്ലാ അധ്യക്ഷന്മാരെ വരെ മാറ്റി പരീക്ഷിക്കാനും ഒരുപക്ഷെ ദേശീയ നേതൃത്വം തയ്യാറാകും. ജാതി സമവാക്യം വെച്ച് പദവികൾ നൽകുന്നതിനോട് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് കടുത്ത വിയോജിപ്പാണുള്ളത്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അകർന്നു പോകുന്ന ക്രൈസ്തവർക്ക് മുന്തിയ പരിഗണന നൽകണമെന്ന ആവശ്യവും ശക്തി പ്രാപിച്ചിട്ടുണ്ട്. യുവതലമുറയെ പരിഗണിക്കുകയാണെങ്കിൽ AICC സെക്രട്ടറിയും NSU ദേശീയ നേതാവുമായിരുന്ന റോജി എം ജോണിനായിരിക്കും പ്രഥമ പരിഗണന. കഴിഞ്ഞ പ്രാവശ്യം റോജി എം ജോണിൻ്റെ പേര് അന്തിമഘട്ടം വരെ പരിഗണിച്ചിരുന്നു. മാത്രവുമല്ല, ക്രിസ്തീയ സമുദായത്തിൽ നിന്നും ഒരു KPCC പ്രസിഡന്റ് വന്നിട്ട് വർഷങ്ങൾ പലതായെന്ന പരിഗണനയും റോജിക്ക് ലഭിക്കും. ഉമ്മൻചാണ്ടിക്ക് ശേഷം ആളെ കൂട്ടാൻ കഴിവുള്ള നേതാവെന്ന പരിഗണനയാണ് ഷാഫി പറമ്പലിന് സാധ്യത നൽകുന്നത്. മാത്യു കുഴൽനാടിൻ്റെ പേരും പരിഗണിക്കുന്നുണ്ട്. എന്നാൽ ദേശീയ നേതൃത്വത്തിൻ്റെ ഇഷ്ടക്കാരനാണ് റോജി എം ജോൺ MLA. യുവതലമുറയിലേക്ക് എത്തിയില്ല എങ്കിൽ തൃശ്ശൂരിലെ ജയപരാജയങ്ങൾ പരിഗണിച്ച് K മുരളീധരനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. KPCC അധ്യക്ഷ പദവി ആഗ്രഹിക്കുന്നവർ നിരവധിയാണെങ്കിലും നന്നായി ആലോചിച്ച ശേഷമായിരിക്കും കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനമെടുക്കുക. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.